ഹലോ എവരി വൺ, വെൽക്കം ടു എഡിഫൈ ലേണിംഗ്. ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടറ്റ് കാറ്റഗറി 2 സോഷ്യൽ സയൻസിലെ ഒരു ചെറിയ ടോപ്പിക്കാണ്. ആ ടോപ്പിക്കാണ് ക്ലൈമറ്റ്, വെദർ ആൻഡ് ടെമ്പറേച്ചർ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യണേ. ചെറിയതാണ്, കുറച്ച് ഈസി ആയിട്ടുള്ള അതാണ്. നമ്മളിപ്പോ 9th-ലും അതേപോലെ തന്നെ 10th-ലും ഒക്കെ നമ്മൾ പഠിച്ച അതേ ഒരു ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ പറയുന്നതാണ് വെദർ. വെദർ അഥവാ ദിനാന്തരീക്ഷ സ്ഥിതി. നമ്മളിപ്പോ വലിയ ആളുകളാണെങ്കിലും എപ്പോഴും നമ്മളെടുത്ത് തെറ്റിപ്പോകുന്നതാണ് വെദർ ആൻഡ് ക്ലൈമറ്റ് തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ചെറിയ കുട്ടിയൊക്കെ ആണെങ്കിലും ഇപ്പൊ നമ്മൾ വലിയ ആൾക്കാർക്കൊക്കെ വേഗം എപ്പോഴും മാറിപ്പോവുക അല്ലെങ്കിൽ തെറ്റിപ്പോവുകയും ചെയ്യുന്നതാണ് വെദറും ക്ലൈമറ്റും. അപ്പൊ നമ്മളിപ്പോ ആരെടുത്ത് ചോദിക്കുമ്പോ വെദറിന്റെ മലയാളം എന്താന്ന് ചോദിക്കുമ്പോഴും എല്ലാവരും പറയും കാലാവസ്ഥ, ക്ലൈമറ്റ് എന്താന്ന് ചോദിക്കുമ്പോഴും പറയും കാലാവസ്ഥ, അല്ലെ? പക്ഷെ രണ്ടും തമ്മിൽ എന്തുണ്ട്? ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ആ ഡിഫറൻസ് എന്താണെന്നാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. വെദർ എന്ന് പറയുന്ന സമയത്ത് ഒരു നിശ്ചിത പ്രദേശത്ത് ഹ്രസ്വകാലയളവിൽ അനുഭവപ്പെടുന്ന താപനില, മർദ്ദം, കാറ്റുകൾ, ആർദ്രത, വർഷണം തുടങ്ങിയ സാഹചര്യങ്ങളെയാണ് ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നത്. അതായത് ഒരു ചെറിയ പ്രദേശത്ത്, ഒരു നിശ്ചിത പ്രദേശത്ത്, നമ്മളിപ്പോ ഒരു ജില്ല എടുക്കുകയാണെങ്കിൽ ഈ ഒരു ജില്ലയില് നമ്മൾ അനുഭവിക്കുന്ന ടെമ്പറേച്ചർ, എത്ര താപനിലയാണോ നമ്മൾ അനുഭവിക്കുന്നത്, അതേപോലെ തന്നെ മർദ്ദം, അല്ലെ, എത്ര പ്രഷർ ആണ് എക്സ്പീരിയൻസ് ചെയ്തത്, അതേപോലെ കാറ്റുകൾ, വിൻഡ് ഉണ്ടോ, ഹ്യൂമിഡിറ്റി, ആർദ്രത എത്രയാണ്, അതേപോലെ വർഷണം, പ്രസിപ്പിറ്റേഷൻ, ഈ സാഹചര്യങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? വെദർ അഥവാ ദിനാന്തരീക്ഷ സ്ഥിതി. അപ്പൊ ഒരു നിശ്ചിത പ്രദേശത്ത് ഒരു ചെറിയ കാലയളവിൽ അനുഭവപ്പെടുന്ന താപനില, മർദ്ദം, ആർദ്രത, വർഷണം തുടങ്ങിയ സാഹചര്യങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? വെദർ അഥവാ ദിനാന്തരീക്ഷ സ്ഥിതി, അല്ലെ? കാലാവസ്ഥ എന്ന് പറയുന്ന സമയത്ത് ഒരു വിശാല ഭൂപ്രദേശത്ത്, ക്ലൈമറ്റ് അഥവാ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ ഒരു വിശാല ഭൂപ്രദേശത്ത്, അപ്പൊ നമ്മൾ കേരളം മുഴുവൻ ആലോചിക്കാം. ഒരു വിശാല ഭൂപ്രദേശത്ത് ദീർഘകാലമായി അനുഭവപ്പെടുന്ന ദിനാവസ്ഥാ സാഹചര്യങ്ങളുടെ ശരാശരിയാണ് കാലാവസ്ഥ. ഒരു വലിയ പ്രദേശത്ത് കുറെ കാലമായിട്ട്, കുറെ കാലം എന്ന് പറയുമ്പോൾ ഏകദേശം 35 to 40 years കേട്ടോ, ഏകദേശം ഒരു 35-40 വർഷങ്ങളിൽ നമ്മൾ അനുഭവിച്ച ദിനാവസ്ഥാ സാഹചര്യങ്ങളുടെ ശരാശരിയെ വിളിക്കുന്ന പേരാണ് എന്ത്? കാലാവസ്ഥ. മാറിപ്പോവരുത്. വെദർ അല്ലെങ്കിൽ ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്ന സമയത്ത് ഒരു ചെറിയ സ്ഥലം, ഒരു നിശ്ചിത സമയം, ആ സമയത്തിനുള്ളിൽ നമ്മൾ അനുഭവിക്കുന്ന താപനില, മർദ്ദം, കാറ്റ്, ആർദ്രത, ഇതിനെല്ലാം വിളിക്കുന്ന പേരാണ് എന്ത്? വെദർ അഥവാ ദിനാന്തരീക്ഷ സ്ഥിതി. കാലാവസ്ഥ എന്ന് പറയുന്ന സമയത്ത് ഒരു 35-40 വർഷം ഒരു വിശാലമായ ഭൂപ്രദേശത്ത് നമ്മൾ അനുഭവിച്ച ദിനാവസ്ഥാ സാഹചര്യങ്ങളുടെ ശരാശരിയെ വിളിക്കുന്ന, ആവറേജിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കാലാവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അല്ലെ? അങ്ങനെയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക്, നമ്മൾ ഈ കാലാവസ്ഥയൊക്കെ മെഷർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനെ കുറിച്ചൊക്കെ പഠിക്കുന്നൊക്കെ ആരാണ്, ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ്. അപ്പൊ നമ്മൾ ടിവിയിലൊക്കെ കാണാറുണ്ടാവും, അല്ലെ? മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്, അല്ലെ യെല്ലോ അലേർട്ട് ആണ്, റെഡ് അലേർട്ട് ആണെന്നൊക്കെ പറയുന്നത്. അപ്പൊ അതൊക്കെ നോക്കുന്ന ഏജൻസി ആരാ ചോദിച്ചാൽ ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ്. ആരായിരിക്കും? ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ്. അവർ ഇന്ത്യൻ ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ്. അതേപോലെ അവരെ പ്രധാനപ്പെട്ട ചുമതലകൾ എന്ന് പറയുന്ന സമയത്ത് കാലാവസ്ഥ നിരീക്ഷണം, അതേപോലെ കാലാവസ്ഥ പ്രവചനം, നമ്മൾ നേരത്തെ പറഞ്ഞു, അല്ലെ? മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇടിയോടുകൂടി മഴ പെയ്യുന്നു, അങ്ങനെയൊക്കെ പറയുന്ന പ്രവചനമൊക്കെ നടത്തുന്ന ആളാണ് ആര്? ഇന്ത്യൻ കാലാവസ്ഥ നിരീക്ഷണ വകുപ്പ് കേട്ടോ. ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഇന്ത്യൻ കാലാവസ്ഥ നിരീക്ഷണ വകുപ്പാണ് ഈ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ 3 കാര്യങ്ങളാണ് പഠിച്ചത്. ഒന്ന് വെദർ അഥവാ ദിനാന്തരീക്ഷ സ്ഥിതി, രണ്ടാമത്തത് കാലാവസ്ഥ അല്ലെങ്കിൽ ക്ലൈമറ്റ്, ദെൻ ഇവരെ കാര്യങ്ങൾ, നമ്മളെ കാലാവസ്ഥന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഇന്ത്യൻ ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഏജൻസി ഏതാണ്? ആ ഏജൻസിയാണ് ഇത്, ഇന്ത്യൻ കാലാവസ്ഥ നിരീക്ഷണ വകുപ്പ്. ആരാണ്? ഇന്ത്യൻ കാലാവസ്ഥ നിരീക്ഷണ വകുപ്പ്. ഓക്കെ ആണോ ഈ 3 എണ്ണം? അങ്ങനെയാണ് നമ്മൾ നെക്സ്റ്റ് ഒരു ചെറിയ ടോപ്പിക്കിലേക്ക് പോകുന്നത്. അന്തരീക്ഷ താപനില. നമ്മളെടുത്ത് ചൂടുണ്ടാവാറുണ്ടല്ലോ, അല്ലെ? എത്രയാണ് അന്തരീക്ഷത്തില് ഡിഗ്രി ഓഫ് ഹോട്ട്നെസ്, എത്രത്തോളം ചൂടുണ്ടാകുന്നു? അതിലോക്ക് ഏറ്റവും കൂടുതൽ തവണ എക്സാമിന് ചോദിച്ചതാണ് സൂര്യന്റെ ഉള്ളറയിൽ നടക്കുന്ന പ്രവർത്തനം. ഇതാണ് ഓർത്ത് വെക്കേണ്ടത്, മെയിൻ ആയിട്ട് ഓർത്ത് വെക്കേണ്ടത് ന്യൂക്ലിയർ ഫ്യൂഷൻ. അതായത്
സൂര്യന്റെ ഉള്ളറയിൽ നടക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ മൂലമാണ് സൗരോർജം പ്രവഹിക്കുന്നത്. ആ വേർഡാണ് നിങ്ങൾ മെയിൻ ആയിട്ട് ഓർത്ത് വെക്കേണ്ടത്, ന്യൂക്ലിയർ ഫ്യൂഷൻ. അപ്പൊ സൂര്യനിൽ നടക്കുന്ന സൂര്യന്റെ ഉള്ളറയിൽ നടക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ മൂലമാണ് എന്ത് ചെയ്യുന്നത്? സൗരോർജം ഭൂമിയിലേക്ക് പ്രവഹിക്കുന്നത്. ഏതാണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ. സൂര്യന്റെ ഉള്ളറയിൽ നടക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ മൂലമാണ് സൂര്യരശ്മികൾ എങ്ങോട്ടേക്ക് പ്രവഹിക്കുന്നത്? ഭൂമിയിലേക്ക് പ്രവഹിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ചെറിയ സമയത്ത് ചെറിയ സ്ഥലത്ത് നടക്കുന്ന പ്രവർത്തനമാണ് ദിനാന്തരീക്ഷ സ്ഥിതി. വിശാല ഭൂപ്രദേശത്ത് ദീർഘകാലമായി നടക്കുന്നതാണ് ഇത് കാലാവസ്ഥ. അതേപോലെ തന്നെ ഭൂമിയിലേക്ക് സൂര്യപ്രകാശം എത്തുന്ന സൂര്യന്റെ ഉള്ളറയിൽ നടക്കുന്ന പ്രവർത്തനത്തിന് വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. കാലാവസ്ഥ പ്രവചിക്കുന്ന ആളാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ്, ഇൻസോലേഷൻ അഥവാ സൂര്യതാപം. ഭൂമിയിലേക്ക് സൂര്യരശ്മികൾ പ്രവഹിക്കുന്നുണ്ട് നമുക്ക് അറിയാലോ അല്ലെ? അപ്പൊ അതെങ്ങനെയാണ് നോക്ക്. ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തുന്ന സൗരകിരണത്തിന്റെ അളവിനെ വിളിക്കുന്ന ദ എമൗണ്ട് ഓഫ് സൺറൈസ് റീച്ചിങ് ദ എർത്ത് സർഫേസ്. ഭൂമിയിലേക്ക് എത്തുന്ന എത്രയാണോ ഭൂമിയിലേക്ക് എത്തുന്ന സൂര്യപ്രകാശം അല്ലെങ്കിൽ സൺറൈസ്, അത് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻസോലേഷൻ അഥവാ സൂര്യതാപം. ദ എമൗണ്ട് ഓഫ് സൺറൈസ് റീച്ചിങ് ദ എർത്ത് സർഫേസ് അല്ലെ? ഭൂമിയിലേക്ക് എത്തുന്ന സൗരവികിരണത്തിന്റെ സൗരകിരണത്തിന്റെ അളവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻസോലേഷൻ അഥവാ സൂര്യതാപം. ഓക്കെ ആണോ? അപ്പൊ നമ്മള് മറന്നുവരുത്, വെതർ പഠിച്ചു, ദിനാന്തരീക്ഷ സ്ഥിതി പഠിച്ചു, കാലാവസ്ഥ അല്ലെങ്കിൽ ക്ലൈമറ്റ് പഠിച്ചു. പിന്നെ ആരാണ് കാലാവസ്ഥ നോക്കുന്ന, കാലാവസ്ഥയുടെ പ്രവചനങ്ങളൊക്കെ നടത്തുന്ന ഇന്ത്യയിലെ ഏജൻസി, അത് പഠിച്ചു. അതേപോലെ തന്നെ സൂര്യന്റെ ഉള്ളറയിൽ നടക്കുന്ന പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പഠിച്ചു. അതേപോലെ തന്നെ ഇൻസോലേഷൻ അഥവാ സൂര്യതാപം അല്ലെ? ദ എമൗണ്ട് ഓഫ് സൺറൈസ് റീച്ചിങ് ദ എർത്ത് സർഫേസ്. ഭൂമിയിലേക്ക് എത്തുന്ന സൗരവികിരണത്തിന്റെ അളവാണ് എന്ത്? ഇൻസോലേഷൻ അല്ലെങ്കിൽ സൂര്യതാപം. ഇത് നിങ്ങൾ ഒരു കാര്യം കൂടി ഓർത്തുവെക്കണം, ഷോർട്ട് വേവ്സ് ആയിട്ട്, അതായത് ഹ്രസ്വ തരംഗങ്ങളായിട്ടാണ് ഭൂമിയിലേക്ക് സൂര്യപ്രകാശം വന്നുകൊണ്ടിരിക്കുന്നത്. ഏത് തരംഗങ്ങളാ? ഹ്രസ്വ തരംഗങ്ങൾ അഥവാ ഷോർട്ട് വേവ്സ് ആയിട്ടാണ് സൂര്യപ്രകാശം ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഒരു ചെറിയ ടോപ്പിക്കിലേക്ക് തന്നെ പോവാം. അന്തരീക്ഷ താപവ്യാപന പ്രക്രിയകൾ. ഇവിടുത്തെ കുറെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കേട്ടോ. അന്തരീക്ഷ താപവ്യാപന പ്രക്രിയകൾ 4 പ്രക്രിയകളാണ് മെയിൻ ആയിട്ട് നടക്കുന്നത്. ആദ്യത്തേതാണ് താപചാലനം, സെക്കൻഡ് വൺ സംവഹനം, തേർഡ് വൺ അഭിവഹനം, ഫോർത്ത് വൺ വികിരണം. അപ്പൊ 4 പ്രവർത്തനങ്ങളാണ്. കണ്ടക്ഷൻ, കൺവെക്ഷൻ, അഡ്വെക്ഷൻ, റേഡിയേഷൻ. അങ്ങനെ 4 പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. താപചാലനം, സംവഹനം, അഭിവഹനം, വികിരണം കേട്ടോ. കണ്ടക്ഷൻ, കൺവെക്ഷൻ, അഡ്വെക്ഷൻ, റേഡിയേഷൻ. ഓർത്തുക, നമ്മൾ പറഞ്ഞേണ്ട ഇൻസോലേഷൻ അല്ലെങ്കിൽ സൂര്യതാപം അല്ലെ? ഭൂമിയിലേക്ക് സൂര്യപ്രകാശം ഹ്രസ്വ തരംഗങ്ങളായിട്ട് വരുന്നു. അതിനെ എത്രത്തോളം വരുന്നു എന്ന് നമ്മൾ നോക്കുന്നതാണ് ഇൻസോലേഷൻ അല്ലെങ്കിൽ സൂര്യതാപം നമ്മൾ പറഞ്ഞു. ഇനി നമ്മളെ കയ്യിലേക്ക് ഇപ്പൊ ടോർച്ച് അടിക്കുന്നു. കയ്യിലേക്ക് തുടർച്ചയായിട്ട് ടോർച്ച് അടിക്കുന്ന സമയത്ത് ഈ എവിടേക്കാണോ ടോർച്ചിന്റെ വെളിച്ചം പതിഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ സ്ഥലം പതുക്കെ ചൂടാവാൻ തുടങ്ങും അല്ലെ? ചൂടായി ലാസ്റ്റ് എന്ത് ചെയ്യും? കൈയിന്റെയും ഉള്ളറേന്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് ആ ചൂട് വ്യാപിക്കും. അതേപോലെയാണ് താപചാലനം എന്ന് പറയുന്നത്. സൂര്യപ്രകാശം ഭൂമിയിലേക്ക് വരും. ആ സൂര്യപ്രകാശം ഭൂമിയിൽ മുഴുവനായിട്ട് ചൂടാക്കുന്നതിന്, ആ ഹീറ്റ് എർത്ത് സർഫേസ് കംപ്ലീറ്റ് ആയിട്ട് വ്യാപിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കണ്ടക്ഷൻ അഥവാ താപചാലനം. ഇത്രയേ ഉള്ളൂ. സൂര്യരശ്മികൾ ഭൂമിയിലേക്ക് വരുന്നു. ആ സൂര്യരശ്മികൾ ഭൂമിയിൽ മുഴുവൻ ആ ചൂട് വ്യാപിപ്പിക്കുന്നു അല്ലെ? ആ ഹീറ്റിനെ എർത്ത് സർഫേസ് കംപ്ലീറ്റ് ആയിട്ട് വ്യാപിപ്പിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? താപചാലനം. എന്താ വിളിക്കുക? താപചാലനം. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് വൺ പറയാം, സംവഹനം അഥവാ കൺവെക്ഷൻ. വന്നു, ഇവിടെ മുഴുവൻ ചൂടായി, എർത്ത് സർഫേസ് കംപ്ലീറ്റ് ചൂടായി കിടക്കാണ്. ചൂടാകുമ്പോ നമുക്കറിയാം, ഇവിടെ ചൂടായി കഴിയുമ്പോൾ ഇവിടെയുള്ള എയർ എല്ലാം, ഇവിടെയുള്ള വായു ഒക്കെ എന്ത് ചെയ്യും? ഇറ്റ് എക്സ്പാൻഡ് ആൻഡ് റൈസസ് അപ്പ്. പതുക്കെ വികസിക്കാൻ തുടങ്ങും. വികസിച്ച വായു പതുക്കെ മുകളിലേക്ക് ഉയരാൻ വേണ്ടി തുടങ്ങും. മറന്നുവരുത്,
ചൂടായി കഴിഞ്ഞു. ചൂടായി കഴിയുമ്പോൾ എയർ എക്സ്പാൻഡ് ചെയ്യും ആൻഡ് ഇറ്റ് റൈസസ് അപ്പ്. പതുക്കെ വികസിക്കും. വികസിച്ച വായു മുകളിലേക്ക് വരും. മുകളിലേക്ക് വരുന്ന സമയത്ത് ആ മുകൾ ഭാഗത്തും കൂടെ എന്ത് ചെയ്യും? ചൂട് പരക്കും. നേരത്തെ എർത്ത് സർഫേസിൽ മാത്രമാണ് ചൂടുള്ളത്. പക്ഷെ ഇതിങ്ങനെ മുകളിലേക്ക് ഉയർന്നു കഴിയുമ്പോൾ അന്തരീക്ഷത്തിന്റെ അറ്റ്മോസ്ഫിയറിന്റെ ഏറ്റവും മുകൾ ഭാഗം കൂടെ എന്തായി മാറും? ചൂടായിട്ട് മാറും. അങ്ങനെ ചൂടാകുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സംവഹനം അഥവാ കൺവെക്ഷൻ. എന്താ വിളിക്കാം? സംവഹനം അഥവാ കൺവെക്ഷൻ. അപ്പൊ ഇങ്ങനെ ചൂടായി ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. മുകൾ ഭാഗത്തൊക്കെ ഇങ്ങനെ ചൂട് വ്യാപിക്കുന്നു. പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല ശക്തിയിൽ കാറ്റടിക്കും. കാറ്റടിക്കുന്നതോടുകൂടി എയർ എല്ലാം ഹൊറിസോണ്ടലായിട്ട് മൂവ് ചെയ്യും. അങ്ങനെ ഹൊറിസോണ്ടലായിട്ട് മൂവ് ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അഭിവഹനം അഥവാ അഡ്വെക്ഷൻ. അല്ലെ? അതായത് ഹെയർ ഇങ്ങനെ പോവായിരിക്കും. ആ എയർ പോകുന്ന സമയത്ത് നല്ല കാറ്റടിക്കുമ്പോ കാറ്റടിക്കുന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്യും? എയർ ഹൊറിസോണ്ടലായിട്ട് മൂവ് ചെയ്യും കേട്ടോ. അങ്ങനെ മൂവ് ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? അഭിവഹനം. എന്താ വിളിക്കുക? അഭിവഹനം. ദെൻ ഫോർത്ത് വൺ ആണ് വികിരണം അഥവാ റേഡിയേഷൻ. ഏതാണ്? വികിരണം അഥവാ റേഡിയേഷൻ. നമ്മൾ പറഞ്ഞു നേരത്തെ മുകളിലേക്ക് പോകാൻ നോക്കുന്നുണ്ട്, പക്ഷെ കാറ്റടിക്കുന്നു. കാറ്റടിക്കുന്നതോടുകൂടി ഹൊറിസോണ്ടലായിട്ട് മൂവ് ചെയ്യുന്നത്. പക്ഷെ എർത്ത് സർഫേസിനെ കംപ്ലീറ്റ് ചൂടാക്കി, ആ ചൂടാക്കിയതിന് ശേഷം ഒരു ലോങ് വേവ്സ് ആയിട്ട് ഭയങ്കര ശക്തിയിൽ ദീർഘതരംഗ രൂപത്തിൽ ഔട്ടർ സ്പേസിലേക്ക്, ശൂന്യാകാശത്തേക്ക് ഈ ചൂടായ വായു മുഴുവൻ തിരിച്ചു പോകുന്നതിനെ വിളിക്കുന്ന പേരാണ് വികിരണം അഥവാ റേഡിയേഷൻ. അപ്പൊ വാട്ട് ആർ ദ ഹീറ്റ് ട്രാൻസ്ഫർ പ്രോസസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ? അല്ലെങ്കിൽ അന്തരീക്ഷ താപവ്യാപന പ്രക്രിയകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യമെങ്കിൽ ഏതൊക്കെയാണ്? താപചാലനം, സംവഹനം, അഭിവഹനം, വികിരണം. അല്ലെ? കണ്ടക്ഷൻ, കൺവെക്ഷൻ, അഡ്വെക്ഷൻ, റേഡിയേഷൻ. എർത്ത് സർഫേസ് കംപ്ലീറ്റ് ആയിട്ട് ഹീറ്റ് ആവുന്നത്, ആ വന്ന സൂര്യപ്രകാശം ഭൂമിയിൽ മുഴുവൻ പരന്ന് എല്ലായിടത്തും ചൂടാവുന്ന, എർത്ത് സർഫേസ് കംപ്ലീറ്റ് ചൂടാവുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കണ്ടക്ഷൻ അഥവാ താപചാലനം. ചൂടാവുന്ന സമയത്ത് എയർ എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും ആൻഡ് ഇറ്റ് റൈസസ് അപ്പ്. അതുകൊണ്ട് തന്നെ അറ്റ്മോസ്ഫിയറിന്റെ മുകൾ ഭാഗങ്ങളിലേക്ക് മുഴുവൻ ആ ചൂട് പരക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സംവഹനം അഥവാ കൺവെക്ഷൻ. ദെൻ ചൂടായ വായു മുകളിലേക്ക് പോയി തുടങ്ങുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു? കാറ്റടിക്കുന്നു. ഹൊറിസോണ്ടൽ ട്രാൻസ്ഫർ ഓഫ് എയർ ത്രൂ വിൻഡ്. അതായത് എയർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാറ്റടിക്കും. കാറ്റടിക്കുന്നതോട് കൂടിയിട്ട് ഹൊറിസോണ്ടലായിട്ട് എയർ മൂവ് ചെയ്യും. ആ മൂവ് ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അഭിവഹനം അഥവാ അഡ്വെക്ഷൻ. ദെൻ കുറെ സമയം കഴിയുമ്പോൾ, കുറച്ചുകൂടെ സമയം കഴിയുമ്പോൾ കുറച്ചുകൂടെ ലോങ് വേവ്സ് ആയിട്ട് ഔട്ടർ സ്പേസിലേക്ക് ഈ ചൂടായ എയർ എല്ലാം തിരിച്ചു പോകുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വികിരണം. ഓക്കെ ആണോ? അല്ലെ? നമ്മളിപ്പോ ദിനാന്തരീക്ഷ സ്ഥിതി പഠിച്ചു, കാലാവസ്ഥ പഠിച്ചു, അതേപോലെ ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിനെ കുറിച്ച് പറഞ്ഞു, ഇൻസോലേഷൻ പറഞ്ഞു, പിന്നെ ഏതൊക്കെയാണ് അന്തരീക്ഷ താപവ്യാപന പ്രക്രിയകൾ എന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? അല്ലേ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് താപനില. അതായത് നമ്മൾ താപനില അളക്കുന്ന ഉപകരണം ഏത്? എല്ലാ സംഭവങ്ങളും അളക്കാൻ നമുക്ക് ഉപകരണങ്ങൾ ഉണ്ടാവും അല്ലെ? അതേപോലെ തന്നെ നമ്മളെ താപനില അളക്കുന്ന ഉപകരണമാണ് തെർമോമീറ്റർ. ഏതാ? തെർമോമീറ്റർ. തെർമോമീറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മളെ താപനില അളക്കുന്നത്. അതിലിപ്പോ മാക്സിമം മിനിമം തെർമോമീറ്റർ ഉണ്ട്. ആ മാക്സിമം മിനിമം തെർമോമീറ്റർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു ദിവസത്തെ മാക്സിമം എത്രയായിരുന്നു ടെമ്പറേച്ചർ, അതേപോലെ മിനിമം എത്രയായിരുന്നു ടെമ്പറേച്ചർ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നതാണ് തെർമോമീറ്റർ. ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ്. താപനില അളക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇത്? തെർമോമീറ്റർ. മറന്നു വരുത്. ഏതാ? തെർമോമീറ്റർ. ഇനി രണ്ട് ഇക്വേഷൻ ആണ്. ഒന്നാമത്താണ് ദൈനിക താപാന്തരം. ദൈനിക താപാന്തരം നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കൂടിയ താപനില മൈനസ് കുറഞ്ഞ താപനില കേട്ടോ. കൂടിയ താപനിലയെന്ന് കുറഞ്ഞ താപനില മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഇത്? ദൈനിക താപാന്തരം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ കോഴിക്കോട് ജില്ലേന്റത് 40 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ 40 ഡിഗ്രി സെൽഷ്യസ് മൈനസ് 20 ആണ് മിനിമം എങ്കിൽ 20 ഡിഗ്രി സെൽഷ്യസ് ഇസിക്കൽ ടു 20 ഡിഗ്രി സെൽഷ്യസ്. അതായിരിക്കും എന്ത്? നമ്മളെ ദൈനിക താപാന്തരം. കൂടിയ താപനിലയെന്ന് കുറഞ്ഞ താപനില മൈനസ് ചെയ്യുന്നതാണ് ഇത് ദൈനിക താപാന്തരം. ഇനി ദൈനിക ശരാശരി താപനിലയാണെങ്കിൽ കൂടിയ താപനില പ്ലസ് കുറഞ്ഞ താപനില ബൈ 2. ഏതാണ്?
കൂടിയ താപനില പ്ലസ് കുറഞ്ഞ താപനില ബൈ 2. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 40 തന്നെയാന്ന് വിചാരിക്കാം. ഇപ്പൊ കൂടിയ താപനില 40 ആണെങ്കിൽ 40 പ്ലസ് 20 ആണ് കുറഞ്ഞത് ബൈ 2. അപ്പൊ 40 പ്ലസ് 20 60 ഡിവൈഡഡ് ബൈ 2 30 ഡിഗ്രി സെൽഷ്യസ് അല്ലെ. അപ്പൊ 30. അതായിരിക്കും ഇത് ദൈനിക ശരാശരി താപനില. ദൈനിക താപാന്തരാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ കൂടിയ താപനില മൈനസ് കുറഞ്ഞ താപനില. ദൈനിക ശരാശരി താപനിലയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞതെങ്കിൽ കൂടിയ താപനില പ്ലസ് കുറഞ്ഞ താപനില ബൈ 2. ഓക്കെ ആണോ? നമ്മള് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഏതായിരുന്നു? തെർമോമീറ്റർ. അതിൽ നമുക്ക് മാക്സിമം മിനിമം ടെമ്പറേച്ചർ ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് മാക്സിമം മിനിമം തെർമോമീറ്റർ അല്ലെ. ഇനി ഇപ്പൊ നമ്മൾ മാക്സിമം മിനിമം എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ന്യൂസ് കാണുന്ന സമയത്തും പറയില്ലേ, ഇപ്പൊ കോഴിക്കോട് ജില്ലയിലെ ഇന്നത്തെ കൂടിയ താപനില ഇത്രയായിരുന്നു, അല്ലെങ്കിൽ കുറഞ്ഞ താപനില ഇത്രയായിരുന്നു, പാലക്കാട് ഇത്രയാണ് കൂടിയ താപനില എന്നൊക്കെ. അപ്പൊ നമ്മൾ ഏത് സമയത്തായിരിക്കും കൂടിയ താപനില മെഷർ ചെയ്യുന്നത്? എപ്പോഴായിരിക്കും നമ്മളെ കൂടിയ താപനില? ഉച്ചയ്ക്ക് 12 മണിക്കായിരിക്കോ, അല്ലെങ്കിൽ 2 മണിക്കായിരിക്കോ, 1 മണിക്കായിരിക്കോ? എപ്പോഴായിരിക്കും? 2 മണിക്കാണല്ലേ. അപ്പൊ നമ്മളെ കൂടിയ താപനില നമ്മൾ മെഷർ ചെയ്യുന്ന സമയം അല്ലെങ്കിൽ നമ്മൾ കണക്കാക്കുന്ന സമയം എന്ന് പറയുന്നത് 2 PM ട്ടോ. മറന്നു പോകരുത്, 2 PM. 2 മണിക്കാണ് നമ്മൾ കൂടിയ താപനില കണക്കാക്കുന്നത്. ഇനി കുറഞ്ഞ താപനില നമ്മൾ എപ്പോഴായിരിക്കും കണക്കാക്കുക? രാത്രി ആയിരിക്കോ അതോ പുലർച്ചയ്ക്കായിരിക്കോ? എപ്പോഴായിരിക്കും? ബിഫോർ സൺറൈസ് അല്ലെ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളെ കുറഞ്ഞ താപനില കണക്കാക്കുക. മറന്നു പോകരുത്, കൂടിയ താപനില നമ്മൾ കണക്കാക്കുന്നത് 2 PM ആണ്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് നമ്മൾ കൂടിയ താപനില കണക്കാക്കുക. കുറഞ്ഞ താപനില നമ്മൾ കണക്കാക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്, ബിഫോർ സൺറൈസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കുറഞ്ഞ താപനില കണക്കാക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് സമതാപരേഖകൾ. പേരിൽ തന്നെ ഉണ്ട് അല്ലെ, സമതാപരേഖകൾ. അപ്പൊ സമായിട്ട് താപം അനുഭവിക്കുന്ന സ്ഥലങ്ങളായിരിക്കും അല്ലെ. നോക്ക്, ഒരേ താപം അനുഭവിക്കുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകൾ. ഒരേ താപനില അനുഭവിക്കുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സമതാപ രേഖകൾ. എന്താ? ഒരേ താപനില അനുഭവിക്കുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ചു വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണിത് സമതാപ രേഖകൾ. ഓക്കെ ആണോ? അതായത് ചിലപ്പോ ഒരു സ്ഥലവും അതിനോട് തൊട്ടടുത്ത സ്ഥലവും അതിനോട് അടുത്ത സ്ഥലങ്ങളിലൊക്കെ ഒരേ താപനിലയാണെങ്കിൽ ആ സ്ഥലങ്ങളെല്ലാം നമ്മളൊരു ഇമാജിനറി ലൈൻ വെച്ചില്ലേ, അങ്ങനെ ഇമാജിനറി ലൈൻ വെച്ച് കണക്ട് ചെയ്യും. ആ ഇമാജിനറി ലൈൻ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഐസോതേർംസ് അഥവാ സമതാപ രേഖകൾ. ഇമാജിനറി ലൈൻ ജോയിനിങ് ദ പ്ലേസസ് ഹാവിംഗ് ഈക്വൽ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ. ഓക്കെ ആണോ? ആണോ? ഐസോ ബാറും നമുക്ക് പഠിക്കാണ്ട്. അപ്പൊ നമ്മൾ ഒന്നുകൂടെ പറയാം. ഇത് നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. ഐസോബാർ കുറച്ചും കൂടെ അങ്ങോട്ട് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ പറയാം. നമ്മൾ മർദ്ദം എടുക്കുന്ന സമയത്തായിരിക്കും ഐസോബാർ പഠിക്കാം. ഇവിടെ നമ്മൾ പഠിച്ചത് ഐസോതേർംസ് അല്ലെങ്കിൽ സമതാപ രേഖകൾ. ഓക്കെ ആണോ? ഇത്രയും ഭാഗം നിങ്ങൾക്ക് ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോ പറഞ്ഞ ഒരു ചെറിയ ഭാഗമാണ് അല്ലെ. ആ ചെറിയ ഭാഗത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇത്രയേ ഉള്ളൂ. ഒന്ന് വെതർ. വെതർ എന്ന് പറയുന്ന സമയത്ത് ഒരു നിശ്ചിത പ്രദേശത്ത് നമ്മൾ അനുഭവപ്പെടുന്ന താപനില, മർദ്ദം, കാറ്റ്, ആർദ്രത, ഇതിനെല്ലാം കൂടെ നമ്മൾ ചേർത്ത് വിളിക്കുന്ന പേരാണെന്ത്? ദിനാന്തരീക്ഷ സ്ഥിതി അല്ലെങ്കിൽ വെതർ. കാലാവസ്ഥ അല്ലെങ്കിൽ ക്ലൈമറ്റ് എന്ന് പറയുന്ന സമയത്ത് ഒരു വിശാല ഭൂപ്രദേശത്ത് ദീർഘകാലമായി നമ്മൾ അനുഭവിക്കുന്ന ദിനാവസ്ഥ സാഹചര്യങ്ങളുടെ ശരാശരിയെ വിളിക്കുന്ന പേരാണ് കാലാവസ്ഥ. ഓക്കെ ആണോ? നെക്സ്റ്റ് നമ്മൾ പഠിച്ചു ഇൻസോലേഷൻ അല്ലെങ്കിൽ സൂര്യതാപം എന്ന് പറയുമ്പോൾ ഭൂമിയിലേക്ക് സൂര്യപ്രകാശം വന്നുകൊണ്ട് അല്ലെങ്കിൽ സൂര്യപ്രകാശം വരുന്നതിന്റെ അളവിനെ, സൗരകിരണത്തിന്റെ അളവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൂര്യതാപം അല്ലെങ്കിൽ ഇൻസോലേഷൻ. ദ എമൗണ്ട് ഓഫ് സൺറൈസ് റീച്ചിങ് ദ എർത്ത് സർഫേസ് അല്ലെ. ഇനി നമ്മളെ കാലാവസ്ഥയെ കുറിച്ചൊക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ കാലാവസ്ഥയെ കുറിച്ച് പ്രവചനമൊക്കെ നടത്തുന്ന ആളാണ് ആര്? ഇന്ത്യൻ കാലാവസ്ഥ നിരീക്ഷണ വകുപ്പ് അല്ലെ. ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മളെ കാലാവസ്ഥയെ കുറിച്ച് പ്രവചിക്കുന്നതും കാലാവസ്ഥാ നിരീക്ഷണങ്ങളെല്ലാം നടത്തുകയൊക്കെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ പഠിച്ചാണ് നമ്മളെ അന്തരീക്ഷ താപ വ്യാപന പ്രക്രിയകൾ. നമ്മളെ ഭൂമിയിലേക്ക് സൂര്യപ്രകാശം വന്നു, ആ വന്നതിന് ശേഷം എങ്ങനെയൊക്കെയാണ് ഭൂമിയെ ചൂടാക്കുന്നതും തിരിച്ചു പോകുന്നതാണ് അല്ലെ. വരുന്നു,
വന്നതിന് ശേഷം ആ എർത്ത് സർഫേസ് കംപ്ലീറ്റ് ആ ഹീറ്റ് വ്യാപിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കണ്ടക്ഷൻ അഥവാ താപചാലനം. അങ്ങനെ ചൂടായി കഴിയുന്ന സമയത്ത് ഭൂമിയിലുള്ള വായു വികസിക്കും. വികസിച്ച വായു പതുക്കെ മുകളിലേക്ക് വരാൻ തുടങ്ങും. അങ്ങനെ മുകളിലേക്ക് വരുന്നതിനെ നമ്മൾ വിളിച്ച പേരാണ് എന്ത്? സംവഹനം. മുകളിലേക്ക് ഉയർന്നു പൊന്തുന്ന സമയത്തായിരിക്കാം കാറ്റടിക്കുന്നു. കാറ്റടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? തിരശ്ചീന ദിശയിൽ വായു ചലിക്കുന്നു. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് അഭിവഹനം, അല്ലെ? പിന്നെ കുറച്ചു സമയം കൂടെ കഴിയുന്ന സമയം ഇത് ദീർഘതരംഗ രൂപത്തിൽ ശൂന്യാകാശത്തേക്ക് ഈ ചൂടായ വായു മുഴുവൻ പോകുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് വികിരണം. എന്താ വിളിക്കുക? വികിരണം. അതിനുശേഷം നമ്മൾ താപനില അളക്കുന്ന ഉപകരണമാണ് തെർമോമീറ്റർ. അതിൽ മാക്സിമം മിനിമം തെർമോമീറ്റർ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ദിവസത്തെ കൂടിയ താപനില എത്രയാണ്, കുറഞ്ഞത് എത്രയാന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. ദൈനിക താപാന്തരം നമ്മൾ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കാം മാക്സിമം ടെമ്പറേച്ചർ മൈനസ് മിനിമം ടെമ്പറേച്ചർ. അതായത് കൂടിയ താപനില മൈനസ് കുറഞ്ഞ താപനില. ദൈനിക ശരാശരി ആണെങ്കിൽ മാക്സിമം ടെമ്പറേച്ചർ പ്ലസ് മിനിമം ടെമ്പറേച്ചർ ബൈ 2, അല്ലെ? കൂടിയ താപനില പ്ലസ് കുറഞ്ഞ താപനില ബൈ 2. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ദൈനിക ശരാശരി താപനില കണ്ടുപിടിക്കാം. അതിനുശേഷം നമ്മൾ സമതാപരേഖ, ഒരേ താപം അനുഭവിക്കുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖേനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സമതാപ രേഖകൾ. ഓക്കെ ആണോ? അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ എടുത്ത ഇത്രയും ഭാഗത്തുനിന്ന് കുറെ തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചതും ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഈ ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ട് നോട്ട് ചെയ്ത് വെക്കണേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ അന്തരീക്ഷ താപ വ്യാപന പ്രക്രിയകൾ ഏതെല്ലാം? ഇവിടെ 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് അന്തരീക്ഷ താപ വ്യാപന പ്രക്രിയകൾ? നോക്ക്. ഒന്നാമത്തെ താപചാലനം ഉണ്ട്, 2 സംവഹനം ഉണ്ട്, 3 അഭിവഹനം, 4 വികിരണം. ഓപ്ഷൻ എ എന്ന് പറയുമ്പോൾ 1, 2, 3. 1 എന്ന് പറയുമ്പോൾ താപചാലനം, 2 എന്ന് പറയുമ്പോൾ സംവഹനം, 3 എന്ന് പറയുമ്പോൾ അഭിവഹനം. അതാണോ? അത് ഓപ്ഷൻ ബി 2, 3, 4, അല്ലെ? സംവഹനം, അഭിവഹനം, വികിരണം. അതാണോ 2, 3, 4? അതൊരു ഓപ്ഷൻ സി 1, 3, 4. താപചാലനം ഉണ്ട്, അഭിവഹനം ഉണ്ട്, വികിരണം ഉണ്ട്. അതാണോ? ഓർ ഓപ്ഷൻ ഡി 1, 2, 3, 4, അതായത് മൊത്തം താപചാലനം, സംവഹനം, അഭിവഹനം, വികിരണം. അപ്പൊ നമ്മളിത് നേരത്തെ പഠിച്ചു, അല്ലെ? ഞാൻ 2, 3 പ്രാവശ്യമൊക്കെ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തന്നു. ഏതാണ്? നിങ്ങൾ പറ, ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി. മറന്നു വരുത്. എല്ലാം ഈ 4 എണ്ണവും നമ്മൾ എന്താണ്? അന്തരീക്ഷ താപ വ്യാപന പ്രക്രിയകളാണ്. അപ്പൊ താപചാലനം, സംവഹനം, അഭിവഹനം, വികിരണം. അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. നിങ്ങൾ ഒരു പേനയോ പേപ്പറോ എടുത്തിട്ട് ഒന്ന് ചെയ്തു നോക്കുക, അല്ലെങ്കിൽ ഒന്ന് എഴുതി നോക്കോ, അല്ലെങ്കിൽ ആൻസർ മൊത്തം ചോദ്യം എഴുതിയില്ലെങ്കിലും ആൻസർ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കുക. ABCD ഏതാന്നുള്ള ഓപ്ഷൻ ഒന്ന് വെറുതെ ഇട്ട് നോക്കിയാൽ മതി. നമ്മൾ ഈ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക ഏതാണ്. അപ്പൊ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾക്ക് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് നോക്കടാ, തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഇതിൽ ഏതാണ് തെറ്റത്? ഓപ്ഷൻ എ 2 എണ്ണാണ് ഉള്ളത്. ആ 2 പ്രസ്താവനയിൽ ഏതാണ് തെറ്റ് എന്നാണ് ചോദ്യം. ഒരു വിശാല ഭൂപ്രദേശത്ത് ദീർഘകാലമായി അനുഭവപ്പെടുന്ന ദിനാവസ്ഥ സാഹചര്യങ്ങളുടെ ശരാശരിയാണ് കാലാവസ്ഥ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്ക്. ഏകദേശം ഒരു വർഷക്കാലത്തെ ദിനാവസ്ഥ സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് ഒരു പ്രദേശത്തിന്റെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നത്. നിങ്ങൾ പറ, അല്ലെ നിങ്ങളൊന്ന് എഴുതി നോക്ക്. ഏതാണ്? ഓപ്ഷൻ എ ആണോ ബി ആണോ? തെറ്റായതെന്നാ ചോദിച്ചു കേട്ടോ. ശരിയായത് ഏതാന്നല്ല ചോദ്യം. തെറ്റായ പ്രസ്താവന ഏതാണ്? അപ്പൊ ഏതായിരിക്കാം തെറ്റായ പ്രസ്താവന? നിങ്ങൾ പറ, ഏതായിരിക്കാം? ഒരു വിശാല ഭൂപ്രദേശത്ത് ദീർഘകാലമായി അനുഭവപ്പെടുന്ന ദിനാവസ്ഥ സാഹചര്യങ്ങളുടെ ശരാശരിയാണ് കാലാവസ്ഥ, അല്ലെ? ഇത് കറക്റ്റ് അല്ലേ? കാലാവസ്ഥ നമ്മൾ അതന്നെയല്ലേ പഠിച്ചല്ലേ? സെക്കൻഡ് നോക്ക്. ഏകദേശം ഒരു വർഷക്കാലത്തെ ദിനാവസ്ഥ സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് ഒരു പ്രദേശത്തിന്റെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നത്. ഒരു വർഷക്കാലത്തെ ആണോ? അല്ലല്ലോ. ഇതാണ് തെറ്റ്, അല്ലെ? അവിടെ നമ്മൾ എന്താ പഠിച്ചത്? ഏകദേശം 35 to 40 years. എത്ര വർഷമാണ്? 35-40 വർഷത്തെ ദിനാവസ്ഥ സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് ഒരു പ്രദേശത്തിന്റെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നത്. മറന്നു വരുത്, ഒരു വർഷത്തെ അല്ല, 35 to 40 years. 35 to 40 വർഷത്തത് പരിഗണിച്ചിട്ടാണ് നമ്മൾ
അല്ലെങ്കിൽ അതിന്റെ ശരാശരി നോക്കിയിട്ടാണ് കാലാവസ്ഥ നിർണ്ണയിക്കുക. ഓക്കെ ആണോ? അല്ലേ? അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇത് ശരിയായ ആൻസർ കേട്ടോ. തെറ്റായ പ്രസ്താവന എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മള് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യയിൽ കാലാവസ്ഥാ പ്രവചനം, കാലാവസ്ഥാ നിരീക്ഷണങ്ങൾ തുടങ്ങിയ ചുമതലകൾ വഹിക്കുന്ന പ്രധാന ഏജൻസി ഏതാണ്? ഓപ്ഷൻ എ ഇന്ത്യൻ ഭൗമശാസ്ത്ര മന്ത്രാലയം, ഓപ്ഷൻ ബി ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ്, ഓപ്ഷൻ സി സർവേ ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ഡി ഇന്ത്യൻ ബഹിരാകാശ വകുപ്പ്. ഏതാണ്? നമ്മൾ നേരത്തെ എത്രയോ തവണ പറഞ്ഞു അല്ലെ? ഓപ്ഷൻ ബി. പിന്നെ ഇനി ഇപ്പൊ അഥവാ നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിലും ഇതാ ഇതിൽ തന്നെ ഉണ്ട് കാലാവസ്ഥ നിരീക്ഷണം എന്നൊക്കെ പറയുമ്പോ ബാക്കിയെല്ലാം നോക്കുമ്പോ അതുമായിട്ട് അത്രയായിട്ട് മാച്ച് ആവില്ല. അപ്പൊ കുറച്ചും കൂടെ മാച്ച് ആയത് എപ്പോഴും ഏതാണ്? ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അല്ലെ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ദെൻ നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ. ഭൗമോപരിതലത്തിൽ എത്തുന്ന സൗരവികിരണത്തിന്റെ അളവിനെ ഡാഷ് എന്ന് പറയുന്നു. ഭൗമോപരിതലത്തിൽ എത്തുന്ന സൗരകിരണത്തിന്റെ അളവിനെ ഡാഷ് എന്ന് പറയുന്നു. താപചാലനാണോ? അല്ല അല്ലെ? ഭൂമിനെ ചൂടാക്കുന്ന പ്രക്രിയയാണ് താപചാലനം. വികിരണാണോ? വികിരണം എന്ന് പറയുമ്പോൾ ചൂടാക്കിയതിന് ശേഷം കൂടെ തിരിച്ച് ശൂന്യാകാശത്തേക്ക് പോകും. സംവഹനോ? ചൂടായ വായു വികസിച്ച് മുകളിലേക്ക് വരും. അപ്പൊ ഇൻസോലേഷൻ ഓപ്ഷൻ ഡി അല്ലെ? കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി. അതാണ് ഭൗമോപരിതലത്തിൽ എത്തുന്ന സൗരകിരണത്തിന്റെ അളവിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഇൻസോലേഷൻ. ഓക്കെ അല്ലേ? നിങ്ങൾ ചെയ്തു നോക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ്, സൂര്യനിൽ നടക്കുന്ന ഊർജ പ്രവർത്തനം ഏത്? അപ്പൊ ഞാൻ ആ ഒരു ക്ലിപ്പ് എടുത്തപ്പോഴേ നിങ്ങളുടെ അടുത്ത് പറയേണ്ട ഏറ്റവും കൂടുതൽ ചോദിക്കാം, ഏത് ഊർജ പ്രവർത്തനമാണ് സൂര്യനിൽ നടക്കുന്നത്? ഏതാണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ ആണോ, ന്യൂക്ലിയർ ഫിഷൻ ആണോ, അണുസംയോജനാണോ, ഇൻസോലേഷൻ ആണോ? ഇൻസോലേഷൻ അല്ല, നമുക്കറിയാം അല്ലെ? പിന്നെ നമ്മൾക്കുള്ളത് ഫ്യൂഷൻ ആണോ, ഫിഷൻ ആണോ, അണുസംയോജനാണോ? നമ്മൾ പഠിച്ചില്ലേ? ഏതാണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ. ഓപ്ഷൻ എ ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ് കറക്റ്റ് ആൻസർ. മറന്നുവരുത്, സൂര്യനിൽ നടക്കുന്ന ഊർജ പ്രവർത്തനത്തിന്റെ പേരാണിത് ന്യൂക്ലിയർ ഫ്യൂഷൻ. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസം എന്ത്? അതായത് ദൈനിക ശരാശരി താപനിലയാണോ, അല്ലെങ്കിൽ ഓപ്ഷൻ ബി ദൈനിക താപാന്തരാണോ, ഓപ്ഷൻ സി താപ ബജറ്റ് ആണോ, ഓർ ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല? ഏതാ? ശരാശരി താപനില എന്തായിരിക്കും? കൂടിയ താപനില പ്ലസ് കുറഞ്ഞ താപനില ബൈ 2. താപ ബജറ്റ് അല്ല, ഇവയൊന്നുമല്ല. ഏതാണ്? ദൈനിക താപാന്തരം. ഓപ്ഷൻ ബി അല്ലെ? അതായത് കൂടിയ താപനില മൈനസ് കുറഞ്ഞ താപനില നമ്മൾ പഠിച്ചില്ലേ? മാക്സിമം ടെമ്പറേച്ചർ മൈനസ് മിനിമം ടെമ്പറേച്ചർ ആണ് ഇത് ദൈനിക താപാന്തരം. ഓക്കെ അല്ലേ? അപ്പൊ ആറാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. താപം അളക്കുന്ന ഉപകരണം ഏതാണ്? താപം അളക്കുന്ന ഉപകരണം, ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഏതാ ചോദിച്ചാൽ ബാരോമീറ്റർ. ഓപ്ഷൻ എ ബാരോമീറ്റർ, ഓപ്ഷൻ ബി അനിമോമീറ്റർ, ഓപ്ഷൻ സി ഹൈഗ്രോമീറ്റർ, ഓപ്ഷൻ ഡി തെർമോമീറ്റർ. പക്ഷെ ഈ പറയുന്ന എല്ലാ സംഭവങ്ങളും നമുക്ക് പഠിക്കാൻ ഇനി അടുത്ത ക്ലാസ്സിലൊക്കെ പഠിക്കാനുള്ള കേട്ടോ. ഓരോന്നും ഏതിനാ ഉള്ളതെന്ന് നിങ്ങൾ പറ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് എഴുതി നോക്ക്. താപം അളക്കുന്ന ഉപകരണം ഏതാണ്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏതാ? ഓപ്ഷൻ ഡി അല്ലെ? തെർമോമീറ്റർ ആണ് താപം അളക്കുന്ന ഉപകരണം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അതായത് താപം അളക്കുന്ന ഉപകരണമാണ് ഏത്? തെർമോമീറ്റർ. ഓക്കെ, അപ്പൊ 7 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത് ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചതും ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായ 7 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചെറിയ ടോപ്പിക്കിൽ നമ്മൾ എന്ത് ചെയ്തത്? ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എളുപ്പമുള്ള ഒരു ഭാഗമാണ്. അതേപോലെ തന്നെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ചെയ്തു നോക്കണം. അതേപോലെ തന്നെ ഒന്നും കൂടെ നന്നായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഒന്നും കൂടി ഇതെല്ലാം ഒന്ന് ചെയ്തു നോക്കണം ഞാൻ പറയാണ്. പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ. ഓക്കെ, താങ്ക് യു.